നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫുൾ മാപ്പ് റാങ്ക് മാച്ച് സോളോ സ്ക്വാഡ് ഗെയിം പ്ലേ ആണ്. എന്തായാലും ഈ ഗെയിം പ്ലേ കളിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരനും സുമുഖനുമായിട്ടുള്ള രമണൻ എന്നറിയപ്പെടുന്ന ഞാനാണ്. വായ്ത്താളം മാത്രമേ ഉള്ളൂ, അതോ ഒരു സ്ക്വാഡിനെങ്കിലും വൈപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ നോക്കാൻ പോകുന്നത്. എന്തായാലും കേസ് നമുക്ക് ആദ്യം തന്നെ ഫേമസും അതുപോലെ തന്നെ A94 ഗണ്ണും കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ 10-30 എനിമീസൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമുക്കൊരു ഷോർട്ട് റേഞ്ച് ഞാൻ തപ്പി നടക്കുകയാണ്. അവസാനം നമുക്കൊരു മാഗ് 7 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫേമസുമായിട്ട് A94 എടുത്ത് അല്പം ബാക്കിലായിട്ട് നമുക്കൊരു എനിമിയുടെ ഓടി വരുന്ന ശബ്ദം കേൾക്കാം. എന്തായാലും നൈസായിട്ടൊരു ഹെഡ് ഷോട്ട് അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കി, പക്ഷേ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങനെ മാഗ് എടുത്ത് കുത്തിപ്പിടിച്ച് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ കില്ലാണ്. അതിനുശേഷം ഈ കണ്ട എല്ലാ സ്ഥലവും ഓടി നമുക്കൊരു P90 കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിമീസിനൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് എനിമിയൊക്കെ ഫൈറ്റ് ചെയ്തതിൻ്റെ ലക്ഷണം കാണുന്നു. എന്നാലും ഗൈസ്, പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, ആവശ്യത്തിന് കളിക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അവൻ മാത്രമല്ല, അവൻ്റെ ടീം ഇവിടെ കാണും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചൊന്ന് കളിച്ചാൽ നമുക്ക് ബുയ അടിക്കാൻ പറ്റും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നവംബർ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച. 15-ാം തീയതിയാണ്, 16-ാം തീയതി എന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ എന്തായാലും ലൈവ് കാണത്തില്ല, കാര്യം അല്ലാത്ത ദിവസം എല്ലാം നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് ഡെയിലി വൈകിട്ട്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈവ് ഇടാനായിട്ട് വരും. അപ്പോഴത്തേക്ക് ഒരുപാട് പേര് ലൈവിൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. റൂം മാച്ച് കളിക്കുന്നുണ്ട്, റൂം മാച്ച് കളിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ 2 കില്ല് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലൈവ് കാണില്ല, കാര്യം ഒരാവശ്യത്തിനായിട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്ന് ലൈവ് കാണില്ല. എന്തായാലും നാളെ ശനിയാഴ്ചയാണ്, നാളെ പവറായിട്ട് ലൈവ് കാണും. എന്തായാലും കേസ് നമുക്ക് വേറെ എനിമീസിനൊന്നും കാണുന്നില്ല. ഞാൻ പീക്ക് മൊത്തം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൂരെ എവിടെയൊക്കെയോ ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. പക്ഷേ എവിടെയാണെന്ന് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് നോക്കാം. ഓടി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടെന്നെങ്കിലും ഒരു കില്ല് കിട്ടിയാലോ. അങ്ങനെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു എനിമി നിന്ന് ശബ്ദം കേൾക്കുന്നത്. പക്ഷേ എനിമിയൊന്നും കാണുന്നില്ല. ഈ ശബ്ദം മാത്രം എന്താണ് കേൾക്കുന്നത്, ഈ എനിമീസ് എവിടെ പോകുന്നു? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുകളിലായിരിക്കും എനിമിയുള്ള. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ശബ്ദം കേട്ട ചുമ്മാ അല്ല, ഒരു ബംഗാളിയായിരുന്നു. ബംഗാളിക്ക് നൂബനെ കൊന്നിട്ടുണ്ട്, ഫിനിഷ് ചെയ്യാം. ഓക്കെ, അവനെ കൊന്ന് 3 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ ഒരു അപ്ഡേഷൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടു കാണും. ഒരു അടിപൊളി അപ്ഡേഷൻ വരെയാണ്, ക്രിസ്മസിൻ്റെ ഒരു അപ്ഡേഷനാണ്. റീലൊക്കെ കണ്ട ഒരു ഇത് വെച്ചാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഈ ഒരു അപ്ഡേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ല, ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ക്രിസ്മസ് ആയിട്ട് മഞ്ഞും അതുപോലെ തന്നെ സ്കേറ്റ് ബോർഡും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഗെയിമിൽ വരുന്നുണ്ട്. എനിമിയും വന്നിട്ടുണ്ട്. ഡബിൾ വെട്ടർ ആയിരുന്നു, അങ്ങനെ അവൻ അടിച്ച് കൊന്നിട്ടുണ്ട്. അവൻ പോയിൻ്റ് ലീഡറിൽ അങ്ങനെ എന്നൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ക്രിസ്മസിൻ്റെ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിന് റിപ്ലൈ നമ്മൾ എവിടെയെങ്കിലും നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാലും ഈ ഒരു മാച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടിട്ടാണ് കളിക്കുന്നത്. ഈ ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷർട്ടാണ്. പേരൊന്നും അറിയത്തില്ല, ഒരു പോലീസുകാരൻ്റെ മാതിരി ഒരു ഷർട്ടാണ്. എന്തായാലും ഫ്രണ്ടിലൊരു എനിമിയുടെ സൗണ്ട് കേൾക്കാം. ഒരു എനിമിയുടെ സൗണ്ട് ഇതാ വരുന്നുണ്ട്. ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കി പറ്റിയില്ല. നമ്മളൊക്കെ എന്തായാലും കയറി അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ സാൻഡിയോണോ അങ്ങനെ എന്തോ ഒരു വൃത്തിയിട്ട ക്യാരക്ടറാണ്. അവനെ കൊന്നപ്പോൾ ലോങ്ങിൽ നിന്ന് ഒരു എനിമി അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അവനെ കൂടെ അടിച്ചിടാം. അവനെ ലോങ്ങിൽ നിന്ന് അധികം അടിക്കാൻ എൻ്റെ ഈ ഓഗിനെ കൊണ്ട് കഴിയില്ല. കൂടുതൽ കഴപ്പ് കാണിക്കാതിരിക്കുന്നതാണ് എൻ്റെ ജീവന് നല്ലത്. കാര്യം ഞാൻ ഒരുപാട് മാച്ചൊക്കെ ഇങ്ങനെ ഈ ഒരു റാങ്ക് മാച്ചൊക്കെ ഒരുപാട് സോളോ സ്ക്വാഡൊക്കെ മാച്ചും കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് കളി കളിക്കുന്നതിൽ ഒരു 10 കളി കളിക്കുമ്പോഴത്തേക്കും ഒരു കളി പോലും ജയിക്കില്ല. ഒരു 50 കളി കളിക്കുമ്പോഴാണ് നമ്മൾ ഒരുവിധം ഒരു കളി ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഈ വീഡിയോയിൽ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ അടിക്കണം, മറക്കാതെ ഒരു ലൈക്ക് അടിക്കണം. കാരണം ഈ വീഡിയോയ്ക്ക് നമുക്ക് ഒരുപാട് ലൈക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് വ്യൂസൊക്കെ കിട്ടത്തുള്ളൂ. ഗൈസ്, അങ്ങനെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു എനിമി വന്നിട്ടുണ്ട്, നമുക്ക് അടിച്ചിടാം. സിമ്പിളാണ്. ഏതോ ഒരു നൂവനാണ്, അവൻ കവറെടുത്ത് നിൽക്കുകയാണ്. അവനെ നമുക്ക് അങ്ങ് അടിച്ചിട്ട് MP40 നൈസായിട്ട് ഫുൾ റെഡ് അടിക്കാൻ നോക്കി പറ്റിയില്ല.
ഞാൻ വിചാരിച്ചു അവ ഒരു നൂബാണെന്ന്. അതെനിക്ക് തെറ്റിപ്പോയി. അവ അത്ര നൂബല്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ അവസാനം മരണം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മളെ കൊല്ലാൻ മാത്രം അവൻ വളർന്നോ? അവൻ വളർന്നില്ല എന്നാണ് അതിന് ഉത്തരം. പക്ഷേ അവൻ്റെ ടീമേറ്റ് വന്നിട്ടുണ്ട്. അവർ ദിമിത്രിയിട്ട് റിവൈവ് ആവാൻ നമ്മളങ്ങനെ സമ്മതിക്കത്തില്ല മകൻ. അവൻ്റെ ടീമേറ്റിനെ കൂടെ അടിച്ചിടണം. ലൈഫ് നല്ല കുറവാണ്. ഏകദേശം 70 HP അടുപ്പിച്ച് നമുക്കുള്ളൂ. പക്ഷേ കഴപ്പ് കാണിച്ച് പോവുകയാണെങ്കിൽ അവൻ കൊല്ലും. എന്തായാലും നമുക്ക് മെഡിക്കിറ്റ് അടിക്കാം. മെഡിക്കിറ്റ് അടിച്ചിട്ട് നമുക്ക് അവനെ കയറി അങ്ങ് അടിക്കാം. ഒന്നും പറയാനില്ല. നൈസായിട്ട് ഓടിച്ചെന്ന് അവൻ്റെ തല അങ്ങ് അടിച്ച് പൊട്ടിക്കാൻ നോക്കി. പക്ഷേ അവനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സാൻറ്റിനോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ എനിക്കതിട്ട് കളിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്ലേയേഴ്സിനൊക്കെ നല്ലതായിട്ട് അതിട്ട് കളിക്കാൻ. അതുപോലെ തന്നെ ടാറ്റസ് ഇങ്ങനെയൊക്കെ വരുന്ന എനിമീസ് വരെയാണെങ്കിൽ ഭയങ്കര കഷ്ടമായിട്ട് നമുക്ക് കൊല്ലാൻ പറ്റും. പ്രത്യേകിച്ച് ഇതൊരു സോളോ സ്ക്വാഡ് മാച്ചായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എനിമീസൊക്കെ കൂടുതലും ടീമായിട്ട് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് കൂടുതൽ കളിയും ചാവുന്നത്. ഇതിൽ ഈ ഒരു മാച്ച് ഞാൻ മാക്സിമം കഷ്ടപ്പെട്ട് കളിച്ചെങ്കിലും അടിക്കാനായിട്ട് ശ്രമിക്കും. 6 കില്ല് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അലൈവ് 18 പേര്, ഇനി ബാക്കി അലൈവുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ നിന്ന് എനിമീസിനൊക്കെ അടിച്ചിട്ട് മാസ് കാണിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇപ്പം വളരെ കുറച്ചാണ് യൂട്യൂബിൽ ഇടുന്നത്. വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ആവശ്യത്തിന് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ്, നമ്മുടെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ലൈവ്. എല്ലാവരും മാക്സിമം നമ്മുടെ ലൈവ് കാണാനും ലൈവിൽ വരാനും അതുപോലെ തന്നെ നമ്മളായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഒരു എനിമി വന്നിട്ടുണ്ട്. നൈസായിട്ടൊരു ഫുൾ ഡാമേജ്, ഒരു അടി കൊടുക്കുകയാണെങ്കിൽ അവൻ നോക്കാവും. ഓക്കെ, അവൻ അങ്ങനെ നോക്കായിട്ടുണ്ട്. സോണിയ, പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോഴത്തെ ഭയങ്കര വൃത്തിയായിട്ട ഒരു ക്യാരക്ടറാണ് സോണിയ. ഓക്കെ, വീണ്ടും ഒരു നൂബ വന്നിട്ടുണ്ട്. അവൻ അടിച്ച് കൊന്നിട്ടുണ്ട്. നൂബ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല. അവൻ പോയിൻ്റ് ലീഡറായിട്ടുള്ളൊരു പ്ലെയറാണ്. അവൻ അത്ര നൂബനാവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും അവൻ്റെ ടീമേറ്റ് വന്നിട്ടുണ്ട്. സോളോ സ്ക്വാഡ് മാച്ചായതുകൊണ്ട് നമ്മൾ ഒരു എനിമിയെ കൊന്ന് ആ ഒരു എനിമിയുടെ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു എനിമി വന്ന് നമ്മളെ കൊല്ലും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു പുതിയ പോയിൻ്റ് ലീഡറായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ഗരീനയ്ക്ക് നന്ദി അറിയിക്കുന്നു. ആ എനിമി ഇവിടെ നിന്ന് മുങ്ങിയെന്നാണ് തോന്നുന്നത്. ഒരു കില്ലെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോഴത്തേക്ക് ആ എനിമി എല്ലാം മുങ്ങും. ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ മുങ്ങുന്നത് നമുക്കിത് രക്ഷയാണ്. പക്ഷേ അവർ ബാക്ക് വലിഞ്ഞ് നിന്ന് നമ്മൾ അടിക്കാൻ നോക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ആ ഒരു എച്ച് പിയുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ആ ക്യാരക്ടറിൻ്റെ അബിലിറ്റിയും അതുപോലെ തന്നെ ഇൻഹേലറൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താണിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എന്നാലും നമുക്ക് തപ്പി അടുത്ത എനിമിയുള്ള സ്ഥലത്തോട്ട് നോക്കാം. പീക്കിൽ ഏകദേശം നമ്മളെല്ലാം അടിച്ച് കളഞ്ഞിട്ടുണ്ട്. എനിമീസിനെയൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട്. 8 എനിമീസിനെ അടുപ്പിച്ച് കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ സെയിം അലൈവാണ്. 18 അലൈവ് സ്ക്വാഡ് മാച്ചായതുകൊണ്ട് തന്നെ റിവൈവ് ചെയ്ത് ഇവിടെ ഭയങ്കര ചാൻസ് ഉള്ള ഒരു മാച്ചാണ്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. 17 പേര് അലൈവായിട്ടുണ്ട്. എൻ്റെ പെറ്റ് ഇതാ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഭീമാശക്തിയിലോട്ട് പോയി അടുത്ത എനിമീസിനെയും കൊല്ലാം. ഒരു 10-15 കില്ലെങ്കിലും മാക്സിമം നമ്മൾ എടുത്ത് അടിച്ചിരുന്നെങ്കിൽ സന്തോഷമായിരിക്കും. നമുക്ക് റാങ്ക് മാച്ചാണ്. എൻ്റെ റാങ്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റാങ്ക് പ്ലാറ്റിനം 3 ആണ്. പ്ലാറ്റിനം 3 റാങ്കാണ്. ഞാൻ ഹീറോയ്ക്കൊന്നും അധികം ഈ റാങ്ക് മാച്ച് പുഷൊന്നും ചെയ്യക്കല്ലോ. കാര്യം നമുക്ക് സമയം കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് നമ്മൾ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 10 മണി വരെയൊക്കെ ലൈവ് കാണും. അല്ലാതെ രാവിലെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോളേജിൽ ക്ലാസ് ഉണ്ട്. ഞാൻ എന്തായാലും സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിനൊക്കെ പോകണം. അതാണ് റാങ്ക് മാച്ച് അധികമായിട്ട് കളിക്കാൻ പറ്റാത്തത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഗീവ് അവേ കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ജസ്റ്റ് ലൈവിൽ വരണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനേബിൾ ആക്കി വെക്കണമെങ്കിൽ ലൈവിൽ വരാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും നമ്മൾ മാച്ചിൽ പോകുന്നുണ്ട്. ഈ ഒരു ബുയ 2024 ഇവൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പുതിയൊരു അപ്ഡേഷൻ, ഞാൻ CS കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊരു അപ്ഡേഷൻ ഉണ്ട്. ഇങ്ങനെ ചാടിപ്പോകുന്നൊരു സംഭവമാണ് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത്. ഈ ബുയാഡെ പ്രമാണിച്ചാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഭയങ്കര അലമ്പ് അപ്ഡേഷനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗരീന, ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ ആ അപ്ഡേഷൻ ഒന്ന് മാറ്റിയാൽ നമുക്ക് കളിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ കവറെടുത്തൊക്കെ നിൽക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ആ സംഭവിച്ചാൽ, പക്ഷേ ചാടിപ്പോകാൻ നല്ല രസമുണ്ട്. അത് വേറൊരു കാര്യമാണ്. ചില സമയത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ചില സമയത്ത് നൈസാണ്. എന്നാലും ഇപ്പോഴത്തെ ചെറിയ അപ്ഡേഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്.
പക്ഷേ ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും നമ്മുടെ ക്രിസ്മസ് ഇവൻ്റെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ ഗരീന ആക്കും. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഗ്രേവ്യാർഡിൽ ആ ഒരു ഇരുണ്ട ആ ഒരു അപ്ഡേഷൻ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൈസായിട്ട് ഗരീന ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗരീനയുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ തെറിവിളി എന്ന ഭാഷയിൽ തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കമൻറ്റ് ബോക്സിൽ ഗരീനയെ നല്ല രണ്ട് പറയണം. ഇത് കേട്ടെങ്കിലും ഗരീന ചില അലുമ്പ് അപ്ഡേഷനൊക്കെ ഒന്ന് മാറ്റി ഗെയിം നൈസാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫ്രീ ഫയർ ഇന്ത്യ പോലത്തെ സംഭവങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ പേര് മണ്ടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് ബെർമുഡയിൽ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം. എന്തായാലും ഒരു ബോട്ടാണെന്ന് തോന്നുന്നു. ഒരുത്ത കിളി പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അടിച്ചിട്ട് 9 കില്ല് നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സോൺ ഏകദേശം ആയിട്ടുണ്ട്. അവസാനത്തെ സോൺ ആവാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. 9 പേര് ഇനി അലവുണ്ട്. കറക്റ്റ് 9 കില്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 എനിമീസ് ഉണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ പെട്ടിയാവാൻ ചാൻസ് ഉള്ള എനിമീസാണ്. ആ ഒരു എനിമി 2 പേര്, ഒരുത്ത എൻ്റെ അടുത്ത് റഷ് ചെയ്ത് വരുന്നുണ്ട്, ഒരുത്ത സൈഡിലോട്ട് പോകുന്നുണ്ട്. റഷ് ചെയ്യുന്ന വരുന്നവനെ നമുക്ക് അത്ര ഭയമില്ലെങ്കിലും സൈഡിലോട്ട് പോകുന്നവനെ നമ്മൾ പേടിക്കണം. കാര്യം അവൻ നമ്മളെ കൊല്ലാൻ ചാൻസ് കൂടുതലാണ്. 3 സൈഡിൽ നിന്ന് 3 വശത്തു നിന്നും നല്ല രീതിക്ക് ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പെട്ടിയും ശവവും ഇന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. പക്ഷേ നമ്മൾ ഈ സ്കാറ്റ് ബോർഡിൽ കയറി മുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്കാറ്റ് ബോർഡിൽ തന്നെ കയറി വരുന്ന ചില എന്നെപ്പോലത്തെ ബുദ്ധിയില്ലാത്ത എനിമീസ് ഉണ്ട്. അങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ട്. അവനെ നൈസായിട്ട് ഹെഡ്ഷോട്ടിന് അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അവനെ ഫിനിഷ് ചെയ്ത് നമ്മുടെ 10 കില്ല് കംപ്ലീറ്റ് ആക്കാം. ആ സ്കേറ്റ് ബോർഡിൽ കയറി ഇനി ആരെങ്കിലും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇനിയും അങ്ങനെയുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ ഈ ബാക്കിയുള്ള എനിമീസ് എന്നെപ്പോലെ തന്നെ കളിച്ച് നിൽക്കുന്ന എനിമീസാണ്. അതുപോലെ തന്നെ റിവൈവ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുമ്മനെ എടുക്കാം. കുമ്മനല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഡാമേജ് കൊടുത്ത് അടിച്ചിട്ടിട്ടുണ്ട്. കില്ല് കുറച്ച് കഴിയുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഫിനിഷ് ചെയ്യാൻ ഒരു വഴിയില്ല. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഒരു കില്ലില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. ബുയ അടിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഇപ്പോൾ 40K ആണ് നമ്മുടെ ലക്ഷ്യം. 40K ആണ്. ഇപ്പോൾ 32K. ഒരു ദിവസം മുമ്പ് നമുക്ക് 32K അത് ലൈവിൽ തന്നെ അടിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇത്രയും വലിയ സപ്പോർട്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇതുവരെ കണ്ടിട്ടും ഇതുവരെ 12 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും സമയമൊന്നും നമ്മളെ വീഡിയോ ആരും കണ്ടുകൊണ്ടിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത്ര സമയം ഈ വീഡിയോ കണ്ടു ബ്രോ എങ്കിലും എനിക്ക് ജസ്റ്റ് നിങ്ങൾ എത്ര സമയമൊക്കെയാണ് വീഡിയോ കാണുന്നുള്ളൂ, അതിനനുസരിച്ചുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അല്പം ലെങ്ത് ആകുന്ന വീഡിയോ ആണ്. കാര്യം നമ്മൾ ഈ വീഡിയോയിൽ ഒരു സ്ഥലം പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല വീഡിയോയിൽ. അല്ലാതെ ഇപ്പോൾ കില്ലെടുക്കുന്ന ഭാഗം മാത്രമാണ് നമ്മൾ വീഡിയോസിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു രസമില്ലല്ലോ. നമുക്ക് ഫുള്ളായിട്ടൊരു മാച്ച് കളിക്കുന്നത് ഫുള്ളായിട്ടിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് വ്യൂസ് കിട്ടാൻ ചാൻസ് ഇല്ല. ഏകദേശം ഞാൻ ഇടുന്ന ഫുൾ വീഡിയോക്കൊന്നും അധികം വ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ്. നമുക്ക് ഒരു 5 വ്യൂസ് കിട്ടിയാൽ തന്നെ ഒരുപാട് സന്തോഷമാണ്. അതില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു 100 വ്യൂസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അഥവാ ഇതൊരു 1K ഒക്കെ അടിക്കുകയാണെങ്കിൽ അത് എനിക്ക് ലോട്ടറി അടിച്ച ആ ഒരു ഫീലാണ് സംഭവം തരുന്നത്. എന്തായാലും നമുക്ക് സന്തോഷമാണ്. ഇത്രയും നേരം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളെ മനസ്സ് നാം സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു എനിമി എനിക്ക് കിട്ടിയിട്ടില്ല. 4 പേര് അലയുണ്ട്. നമുക്ക് നോക്കാം. ഈ ഓഗ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഗണ്ണാണ്. പക്ഷേ ഇത് ത്രിബിൾ ചിപ്പ് ആക്കിയോണ്ടാണ് നമ്മൾ വെച്ച് കളിക്കുന്നത്. ഒരുപാട് കില്ല് ഈ ഒരു ഗണ്ണ് വെച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. 11 കില്ലൊക്കെ തന്നെ ഓക്കെ. നമ്മൾ ഗ്രേവ്യാർഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇരുണ്ട ഗ്രേവ്യാർഡ്. ഈ ഒരു അപ്ഡേഷൻ ഒരിക്കലും മാറ്റില്ല എന്നൊരു പ്രതീക്ഷയുള്ളൂ. നമുക്ക് നോക്കാം. 4 പേര് ബാക്കിയുണ്ട്. ഞാൻ അല്ലാതെ ബാക്കി 3 എനിമീസ് ഉണ്ട്. അവർ ടീമാണെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ടീം അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ആ ഒരു 3 പേരെ കൂടെ അടിച്ചിടാം. അവർ ടീം അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ
പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് സാധനമൊക്കെ ലൂട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എനിമീസിനെ കൊല്ലാൻ പറ്റും. എന്തായാലും ആ ഒരു അലൈവ് കുറയുന്നില്ല. ഇതിനർത്ഥം ആ ഒരു ടീമാണെന്ന് നമ്മൾ ഉറപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ശാന്തനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം ഓക്കെ ഒരു കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ ടീമല്ലായിരുന്നു, ഒരു ടീമല്ലായിരുന്നു. പക്ഷേ ഈ ബാക്കിയുള്ള 2 പേര് ഉറപ്പ് ഞാൻ പറയുന്നു ഒരു ടീമായിരിക്കണം. 2 പേര് ഒരു ടീമായിരിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ 2 പേരെ കൂടെ ഇട്ടില്ലെങ്കിൽ നമുക്ക് ബുയ അടിക്കാൻ പറ്റൂല. ഭയങ്കര സങ്കടമാവും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കളിച്ചിട്ടും ബുയ അടിക്കാം. ഓക്കെ ഗ്രനേഡിൽ ഡാമേജ് ഇട്ടിട്ടുണ്ട്. ക്യാരി അടിക്കാം. അത്ര നൂബ് എനിമീസൊന്നും അല്ല, ഒരാവശ്യത്തിന് കളിക്കുന്ന എനിമീസാണ്. പ്ലാറ്റിനം റാങ്ക് ആയതുകൊണ്ട് ഓവറായിട്ട് കളിക്കുന്ന എനിമിയൊന്നും വരില്ലെങ്കിലും ആവശ്യത്തിന് നമ്മളെ പുതുക്കിപ്പിടിയന്മാർ വരും. പുതുക്കിപ്പിടിയന്മാരാണ് ഈ ഒരുമാതിരി പ്രോ പ്ലേയേഴ്സൊക്കെ വരാണെങ്കിൽ നമുക്ക് പിന്നെ അടിച്ചിടാം. പക്ഷേ ഈ ട്രോഗണും ഡബിൾ ലെറ്റർ ഇട്ട് കുത്തിപ്പിടിക്കുന്നവർ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലോബിയാണ്, കുത്തിപ്പിടിയന്മാരുടെ ഒരു ലോബിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പറ്റുന്നതൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ ഡാമേജും തരുന്നുണ്ട്. ഒരു പെണ്ണും പിള്ളയാണ്, അതുപോലെ തന്നെ ഒരു പ്ലെയറാണ്. 2 പ്ലെയേഴ്സാണ്. ആ പെണ്ണും പിള്ള അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി അടിക്കാം. പക്ഷേ അധികം റഷ് ചെയ്ത് കയറിപ്പോവുകയാണെങ്കിൽ ഇത്രയും നേരത്തെ ആ ഒരു കഷ്ടപ്പാട് വേസ്റ്റായി പോകും. അതുകൊണ്ട് മാത്രം ഞാൻ ബാക്ക് വലിഞ്ഞ് നിന്ന് അവസാന നിമിഷത്തിൽ യവനെ അടിക്കാമെന്ന് വിചാരിച്ചു. പറ്റിയില്ല. അപ്പം നമുക്ക് പോയി പെണ്ണിനെ അടിക്കാം. ഒരാളെ അടിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ്. അവളെ അടിച്ചിട്ടിട്ടുണ്ട്. ഫുൾ റെഡൊന്നും അടിക്കാൻ പറ്റിയില്ല, പക്ഷേ നമ്മൾ കുത്തിപ്പിടിയാണ് നമ്മുടെ മെയിൻ കേസ്. അവനെ കൂടെ അടിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേസ്. നമ്മളങ്ങനെ ഒരു മാച്ച് ബുയ അടിച്ചിട്ടുണ്ട്. ഏകദേശം 13 കില്ല് അടിച്ച് നമ്മൾ സന്തോഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുയ അടിച്ചിട്ടുണ്ട്. പ്ലസ് നമുക്ക് നോക്കാം. പ്ലസ് കൂടുന്നുണ്ട്. 71 പ്ലസ് ആയിട്ടുണ്ട്. പ്ലാറ്റിനം 4 ആവാറായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസും ഫ്രീ ഫയർ അപ്ഡേഷൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിലും വെച്ച് പുതിയ വീഡിയോ ആയിട്ട് കാണാം.